പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ, നമ്മുടെ നാടുണ്ടല്ലോ, ഒരു കാലത്ത് സർവാധിപത്യം കൊടികുത്തി വാണിരുന്ന ഇരുണ്ട കാലത്തിൻ്റെ മുഖംപേറിയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാതിരുന്ന കാലത്ത് നീതി നിഷേധത്തിനെതിരെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി ചരിത്രത്തിൻ്റെ പുതുവഴികൾ വെട്ടിത്തുറക്കുവാനായി മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി ഉരുക്കുപോലെ ഉറച്ചു തെളിച്ചപ്പോൾ പൊട്ടിച്ചിതറി വീണത് ജാതി കോമുരങ്ങളുടെ സർവാധിപത്യവും അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യവുമായിരുന്നു. അതോടെ അവകാശങ്ങൾ ആരുടെയും ഔദാര്യമല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. പള്ളിക്കൂടങ്ങളുടെ വാതിലുകൾ നമുക്ക് മുന്നിൽ ഒരു കാലത്ത് കൊട്ടിയടക്കപ്പെട്ടപ്പോൾ പാഠ്യമില്ലെങ്കിൽ പാടത്തേക്കുമില്ല എന്ന അയ്യങ്കാളിയുടെ കർക്കശമായ നിലപാടിന് മുന്നിൽ ഇല്ലാണ്ടായത് ഇന്നത്തെ തലമുറയുടെ വിദ്യാഭ്യാസ പുരോഗമന മുന്നേറ്റത്തിൻ്റെ തുടക്കമാണ് എന്ന് നാം ഓർത്തു വെക്കേണ്ടതുണ്ട്. അന്ന് താണ്ടിയ ആ കർഷക സമരവും വിളിച്ച മുദ്രാവാക്യങ്ങളും ഉജ്ജ്വലമായി തീർന്ന വിധപ്പാട്ടുകളും എഴുതി ചേർക്കപ്പെട്ടത് ഇന്നത്തെ തലമുറയുടെ മാറ്റത്തിൻ്റെ രണഭേരികളായിരുന്നു എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ സഹോദരിമാർ, അവർക്ക് മാറുമറക്കുവാൻ അവകാശമില്ലായിരുന്നു, വഴി നടക്കുവാൻ അവകാശമില്ലാതിരുന്നു. കല്ലുമാല പൊട്ടിച്ചെറിഞ്ഞ് തലയുയർത്തിപ്പിടിച്ച് ജീവിക്കുവാൻ തമ്പ്രാക്കന്മാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടതല്ല തൻ്റെ ജീവിതമെന്ന് ഉറച്ച മനസ്സോടെ ഉറക്കെ പറയുവാൻ കഴിഞ്ഞത് അയ്യങ്കാളിയുടെ സമരവീര്യം കൊണ്ടാണ് എന്ന് കാലം ഓർത്തു വെക്കേണ്ടതുണ്ട്. മാറ്റത്തിൻ്റെ മണികിലുക്കങ്ങൾ നവോത്ഥാന വില്ലുവണ്ടി വലിക്കുവാൻ കർമ്മമേൽപ്പിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് KPMS. ഈ ചരിത്ര ദൗത്യം ഏറ്റെടുക്കുകയാണ് പ്രിയമുള്ളവരെ ഉളവയ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള പുലയർ മഹാസഭ 826, 827 ശാഖകൾ ചേർന്നു. ഈ മാസം 16-ാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ തെക്ക് ദണ്ഡപാണി ക്ഷേത്ര സന്നിധിയിൽ നിന്നും വടക്ക് പൊന്നാക്കേരി ജംഗ്ഷനിൽ നിന്നും കേന്ദ്രീകരിച്ച് അയ്യങ്കാളിയുടെ വീരപോരാട്ടത്തിലൂടെ നേടിയ അവകാശ സ്മരണകൾ വിളിച്ചോതുന്ന വർണ്ണശബളമായ ഘോഷയാത്രകൾ 3 മണിയോടെ ചെറുതാറ്റ് കവലയിൽ നിന്ന് 2 ഘോഷയാത്രകളും സംഗമിച്ച് പൊതുപ്രകടനമായി ഉളവയ്പ് ഗവൺമെൻറ് LP സ്കൂളിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ സ്മരണപുഷ്പങ്ങൾ അർപ്പിക്കുന്നു. ചരിത്രമേൽപ്പിച്ച കർമ്മത്തിൽ കാഴ്ചക്കാരായി